നമ്മൾ ഈ കാണുന്നത് മഞ്ഞുമലയല്ല കേട്ടോ, ഇത് ഉപ്പിൻ്റെ മലയാണ്. ഉപ്പിൻ്റെ മല പ്യുവർ ആയിട്ടുള്ള സീ സാൾട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാനാണ് ഗ്രീൻ മാംഗോ കസിൻസ് തമിഴ്നാടുള്ള തൂത്തുക്കുടി വന്നിട്ടുള്ളത്. ഇത് ഉപ്പുപാടമാണ്. ഇവിടെ നിന്ന് പ്രോസസ്സ് ചെയ്തെടുത്ത ഉപ്പ് ഫാക്ടറി കൊണ്ടുപോയി ഒരുപാട് പ്രോസസ്സൊക്കെ നമുക്ക് കാണാനുണ്ട്. இந்த சால்ட் ப்ரொடியூஸ் பண்ணுறது வந்து நம்ம சீ வாட்டர் வச்சு பண்ணுறதில்ல, எல்லாமே கிரவுண்ட் வாட்டர், போர் வாட்டர் வச்சு தான் பண்ணுறோம். ஓ அப்படியா? சீ வாட்டர் இல்லையா? சீ வாட்டர் கிடையாது. சீ வாட்டரில் உள்ள அந்த சால்ட் கண்டென்ட்டை விட தூத்துக்குடியில் அந்த போர் வாட்டரில் வந்து சால்ட் கண்டென்ட் அதிகம். இந்த போர் தண்ணி வந்து இந்த மாதிரி பெரிய பாத்தியில் விட்டு இதை வந்து ஓப்பன் ஸ்பேஸில் இருக்கும். இந்த சன்லைட் பட்டு அந்த நல்ல வாட்டர்லாம் குட் வாட்டர்லாம் எவாபரேட் ஆகி போக அந்த சால்ட் வாட்டரில் வந்து கண்டென்ட் வந்து இன்க்ரீஸ் ஆகிட்டே இருக்கும். ஃபஸ்ட்டு ஒரு 6 டிகிரி இருக்கிறது ஒரு 10 to 15 டேஸில் ஒரு 17 டிகிரி 18 டிகிரி வரைக்கும் அந்த சால்ட்டு கண்டென்ட் இன்க்ரீஸ் ஆயிரும். திரும்ப அந்த தண்ணியை வந்து வேறு இந்த மாதிரி ஒரு பாத்திகளில் உப்பு சால்ட் ப்ரொடியூஸ் பண்ணுற பாத்திகளில் லிஃப்ட் பண்ணி விட்டு இதில் வந்து மறுபடியும் ஒரு 10 டேஸ் இருக்கும்போது இந்த சன்லைட் பட்டு எவாபரேட் ஆகி ஒரு 24 டிகிரி அந்த சால்ட் கண்டென்ட் வரும்போது ஸ்மால் சைஸ் கிறிஸ்டலாக ஃபார்ம் ஆகும். அந்த ஃபார்ம் ஆகிறது வந்து அப்படியே லிஃப்ட் பண்ணி வெளியே கொண்டு வந்து இந்த மாதிரி ஸ்டோர் பண்ணி வச்சுருவோம். ആക്ച്വലി ഞാൻ ഇതുവരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കടൽ വെള്ളം പ്രോപ്പറായി എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അണ്ടർഗ്രൗണ്ട് വെള്ളത്തിൽ നിന്നാണ് ഈ ഉപ്പ് ഉണ്ടാക്കുന്നത്. ബോറിടുമ്പോൾ ഇവിടെ ഉപ്പ് തണ്ണിയാണ്, അതായത് സോൾട്ട് വാട്ടറാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബോറിട്ടിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടാണ് അത് നേരെ പാടത്തേക്ക് അടിച്ചിട്ടാണ് ഈ ഉപ്പ് ഉണ്ടാക്കുന്നത്. ഉപ്പ് പാടങ്ങളിൽ നിന്ന് ഉപ്പ് ലോറിയിൽ ടൺ കണക്കിൽ കൊണ്ടുവന്നിട്ടാണ് ഇതേ ഈ ചാമ്പറിൽ ഇട്ടിരിക്കുന്നത്. ഇതൊരു കിണർ പോലത്തെ ഒരു ചാമ്പറാണ്. ഉപ്പ് തന്നെ പല സൈസിലുണ്ട്. ഇതേ കുട്ടി ഉപ്പ് തൊട്ട് വലിയ സൈസിലുള്ള ഉപ്പിൻ്റെ കല്ലുകൾ വരെയുണ്ട്. ഇത് ഒരു കൺവെയർ വഴിയാണ് ഫാക്ടറിക്ക് അകത്ത് പോകുന്നത്. കൺവെയറിൽ വരുമ്പോൾ തന്നെ ഉപ്പിൽ പ്രോപ്പറായിട്ടുള്ള അളവിലുള്ള അയോഡിൻ ചേർത്ത് കൊടുക്കും. അയോഡൈസ്ഡ് സാൾട്ടാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. നമ്മുടെ ശരീരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള അയോഡിൻ അളവ് കിട്ടാനും വേണ്ടിയിട്ടാണ് അയോഡിനിൽ സാൾട്ടിൽ ചേർക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള ഗവൺമെൻറ് അംഗീകൃത അളവിലാണ് ഈ അയോഡിൻ ചേർത്ത് പോകുന്നത്. ഇത് ചേർത്തതിന് ശേഷം പ്രോപ്പറായി ഇവിടെ തന്നെ ലാബിൽ അത് ചെക്ക് ചെയ്യും. WHO പറയുന്നത് അയോഡൈസ്ഡ് സാൾട്ടാണ് നമ്മുടെ ശരീരത്തിന് നല്ലതെന്നാണ്. കൃത്യമായ അളവിൽ അയോഡിൻ എല്ലാം ചേർത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉപ്പാണ്. അപ്പോൾ ഒരു കൺവെയറിലൂടെ ഒരുപാട് ഉപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം വ്യത്യസ്ത സൈസിലാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഇത് വളരെ ചെറിയ സൈസാണ്. ഇത് വേറൊരു സൈസിലുള്ളത്. അപ്പോൾ ഈ കൺവെയറിലൂടെ വരുന്ന ഈ ഒരു ഉപ്പിനെ നല്ല രീതിയിൽ ക്രഷ് ചെയ്യുന്നൊരു മെഷീനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ക്രഷ് ചെയ്ത് യൂണിഫോം സൈസിലേക്ക് മാറ്റും. അപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് ഒരുപാട് ബ്ലേഡുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്തോടെ കൃത്യമായിട്ട് ക്രഷ് ചെയ്തിട്ടാണ് നമ്മളിത് പാക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നത്. യൂണിഫോം ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു കല്ലുപ്പ് നേരെ വരുന്നത് ഈ ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീനിലേക്കാണ്. അപ്പോൾ ഇതിനകത്താണ് പാക്കിംഗ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ചേട്ടന്മാർ ഇതിന് കൃത്യമായിട്ട് ചാക്കിൽ അടുക്കിയിട്ടാണ് ഇവിടെ ഒരു ഗോഡൗണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് പുറത്തേക്ക് പോയിട്ടാണ് നമുക്ക് ഹോട്ടലുകളിലേക്കും മറ്റ് ഷോപ്പുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈ പറഞ്ഞ കല്ലുപ്പ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്.